കൊല്ലം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിൽ. ഇരവിപുരം സ്വദേശികളായ സജിൽ, അനന്തു, രവി എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കവർച്ച നടന്നത്. കൊല്ലം ജില്ലാ ആശുപത്രി റോഡിലെ സ്റ്റേൻസ് ട്രേഡിംഗ് കമ്പനി എന്ന മൊത്ത വ്യാപാര സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 26-നായിരുന്നു സംഭവം. പുറകുവശത്തെ ഷട്ടർ പൊളിച്ചുള്ളിൽ കടന്ന മോഷ്ടാക്കൾ 23 ലക്ഷത്തിലധികം രൂപ കവർന്നു. ലോക്കർ കുത്തി തുറന്ന് 20 ലക്ഷം രൂപയും ബില്ലിംഗ് ക്യാഷ് ട്രേയിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപയുമാണ് ഇവർ കൈക്കലാക്കിയത്. കടയുടെ ഷട്ടറും ബില്ലിംഗ് ട്രേയും CCTVയും നശിപ്പിച്ചതിൽ 25,000 രൂപയുടെ നഷ്ടവും സംഭവിച്ചിരുന്നു. നഗരത്തിൽ മോഷണം പതിവായതിനാൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഏറെ നാളായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. പരിസര പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഈ സമയം കൊണ്ട് പ്രതികൾ സംസ്ഥാനം വിട്ട് കടന്നു കളഞ്ഞു. പിന്നീട് തമിഴ്നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി 4 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ പ്രതികൾ തമിഴ്നാട് കൂടംകുളത്തുള്ളതായി സ്ഥിരീകരിച്ചു. പോലീസ് കൂടംകുളത്തെത്തിയെങ്കിലും അന്വേഷണ സംഘത്തെ വെട്ടിച്ച് പ്രതികൾ കടന്നു കളഞ്ഞു. പിന്നീട് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് 25ഓളം പേരടങ്ങിയ അന്വേഷണ സംഘം വ്യാപകമായ തിരച്ചിൽ നടത്തിയത്. അതിനിടെ പ്രതികൾ നിയമസഹായത്തിനായി കൊല്ലത്തേക്ക് തിരിച്ചുവരാൻ സാധ്യതയുള്ളതായി പോലീസിന് വിവരം ലഭിച്ചു. കൊല്ലം കളക്ട്രേറ്റ് ഭാഗത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഒടുവിൽ കളക്ട്രേറ്റിന് സമീപത്തു നിന്ന് തന്നെയാണ് ഇരവിപുരം സ്വദേശികളായ പ്രതികൾ പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ജനം, കൊല്ലം.